ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും 3 മക്കളും കൈകളെടുത്ത് ഉയർത്തിയേക്കുന്നത് കാണുമ്പോഴത്തേക്കും രവിക്കും അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നത് മാത്രമല്ല രേവതിക്കും. പിന്നീട് അവിടെ നേരെ ചെല്ലുന്ന അടുത്ത മത്സരത്തിലേക്കാണ് കേട്ടോ. മത്സരം എന്ന ടയർ റൂട്ടിലാണ്. ടയർ കാണുമ്പോൾ തന്നെ വർഷയ്ക്ക് ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി മറുപടിയായി പറയുന്നത് തിന്നാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് കേട്ടോ. സച്ചിയുടെ ഈ മറുപടി വർഷയ്ക്ക് തീരെ പിടിക്കുന്നില്ല. ഈ ഒരു സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട്, ഈ ലൈനിൽ നിന്ന് അപ്പർ ലൈൻ വരെ ആരാണ് ഫസ്റ്റ് ടയർ ഉരുട്ടിക്കൊണ്ട് ചെല്ലുന്നത് അവർക്കായിരിക്കും ഞാൻ സമ്മാനം നൽകാൻ പോകുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എല്ലാ സ്റ്റാർട്ടിംഗ് പോയിന്റിലായിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി രേവതിയെ നോക്കുന്നുണ്ട്. കാരണം ഏത് വിധേന രേവതി ജയിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ശ്രുതി ഉള്ളത്. എന്നാൽ രേവതി ആണ്ടെ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ മത്സരം തുടങ്ങിയതിന് ശേഷം ആദ്യം ഔട്ടാകുന്നത് ശ്രുതിയാണ്. ശ്രുതിക്ക് പിന്നാലെ ശ്രുതിയും വർഷയും ഔട്ടാകുന്നു. അതിനുശേഷം ശ്രീകാന്തും. അവസാനമായി നിൽക്കുന്ന നമ്മുടെ രേവതിയും സച്ചിയുമാണ്. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് മത്സരത്തിലാണ്. ശത്രുതയും ദേഷ്യവും എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും സച്ചിയെയും രേവതിയെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. അവസാനം വിന്നർ ആവുന്നത് ഇരുവരും കൂടി ഒരുമിച്ചാണ്. ഈ സമയം അച്ചമ്മയും രവിയും നാട്ടുകാരും അടക്കം എല്ലാവരും കൂടി വന്ന് രേവതിയെയും സച്ചിയെയും അഭിനന്ദിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും. അതിനുശേഷം അച്ചമ്മ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ മത്സരിപ്പിക്കാതെ 2 കാര്യങ്ങളായി തിരിച്ചത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ള കാര്യം പറയുകയാണ്. ശ്രുതിയും വർഷയും ചന്ദ്രയും കൂടി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടല്ലെങ്കിലും ഇവരെ കാരണമാണ് നമ്മളിങ്ങനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചത് എന്നുള്ള കാര്യം അച്ചമ്മ തുറന്നു പറയും. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, എനിക്ക് തോന്നിയിരുന്നു ഒന്നും കാണാതെ അമ്മ ഇങ്ങനൊരു ഗെയിം നടത്തില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം പിറ്റേ ദിവസം പോകാനുള്ള ഒരുക്കത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട്, നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല അച്ചമ്മ, എനിക്ക് നാളെ ഓട്ടം പോകണമെന്ന് സച്ചി പറയുന്നു. സച്ചിക്ക് തൊട്ട് പിറകെ തന്നെ നമ്മുടെ ശ്രുതിയും വർഷയും ശ്രീകാന്തും എല്ലാം തന്നെ നാളെ ജോലിക്ക് പോകുന്ന കാര്യം പറയാം കേട്ടോ. കൂട്ടത്തിൽ തന്നെ രേവതിയും പറയും, നാളെ എനിക്ക് പൂക്കട തുറക്കണം, ഒരുപാട് ഓർഡർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയണേ, പിന്നെ വലിയ മാളല്ലേ കെട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. രേവതിയുടെ തൊഴിലിനെ പറ്റി കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അമ്മയ്ക്ക് തിരിച്ചടി കിട്ടണമെങ്കിൽ ശ്രുതിക്കിട്ട് 2 പറഞ്ഞാൽ മതിയെന്ന് നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വേഗം സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, ജോലി ഇല്ലാത്ത ഒരുത്തേണ്ടി ഉണ്ടല്ലോ, അച്ഛമ്മ ഒരു കാര്യം ചെയ്യുക, അവനിവിടെ നിർത്ത്, എന്നിട്ട് ആ തൊഴുത്തിൽ പശുവിന് നോക്കാനോ അല്ലെങ്കിൽ പുല്ല് പറിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു വിടുക എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുകയാണ്, അച്ചമ്മ കേട്ടല്ലോ, ഏത് സമയത്തും ശ്രുതിനെ കുറ്റം പറയാനാണ് സച്ചിക്ക് നേരം, അവൻ്റെ ചേട്ടനാണെന്ന് പോലും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അച്ചമ്മ ചോദിക്കുകയാണ്, സച്ചി നിന്നെ ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്, ഒരിക്കലും മറ്റൊരുത്തിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിക്ക് ഒന്നും തന്നെ പറയരുത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് വർഷ പറയാണ്, എന്തായാലും ഈ ഒരു മൂഡ് മാറ്റാണ്, നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാവിലെ ഒരു ഗെയിം കളിച്ചതിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും വർഷ വീണ്ടും പറയുന്നുണ്ട്, അല്ലാണ്ട് ട്രൂ ഓർ ഡയർ എന്നാണ് ഗെയിമിൻ്റെ പേരെന്ന് പറയാം കേട്ടോ. ട്രൂ ഓർ ഡയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അയാൾ ട്രൂ പറയുകയാണെങ്കിൽ അയാൾ സത്യം മാത്രമേ പറയാമുള്ളൂ, അതേസമയം ഡയർ ആണ് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അദ്ദേഹം ചെയ്തു കാണിക്കണമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അച്ചാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്ന. അച്ഛാ പറയാം, ഇത് കൊള്ളാം, ഈ ഗെയിം കൊള്ളാം, ഇതൊന്ന് കളിച്ച് നോക്കാമെന്ന് പറയുകയാണ്. ഇത് തന്നെ സച്ചി പറയുന്നുണ്ട്, പിന്നെ പിള്ളേർ കളിക്കുന്ന ഗെയിമല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് എന്താ 60 വയസ്സ് കഴിഞ്ഞോ എന്ന് രവി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വർഷയോരായിട്ട് മോളെ നമുക്ക് കളിക്കാമെന്ന് പറയാണ് കേട്ടോ. ആദ്യം തന്നെ വർഷ ചോദിക്കുന്ന ശ്രീകാന്തിനോടാണ് ട്രൂ ഓർ ഡയർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ആദ്യം തന്നെ എന്നോട് ചോദിക്കണമല്ലേ എന്ന് ചോദിക്കൂട്ടോ. അതല്ല ശ്രീകാന്ത് പറ എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂ എന്ന് നമ്മുടെ ശ്രീകാന്ത് മറുപടി പറയും. നീ ആദ്യമായി പ്രണയിച്ച എന്നേക്കാളും മുന്നേ ആദ്യമായി പ്രണയിച്ചത് ആരെയാണെന്ന് നമ്മുടെ വർഷ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വേണമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. അതിനുശേഷം സ്കൂളിൽ താൻ പഠിച്ച സമയത്ത് ഒരു പെൺകുട്ടിയോട് തനിക്ക് സ്നേഹം തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രീകാന്ത് തുറന്നു പറയുകയാണ്. ഇത് കിടക്കുമ്പോഴത്തേ വർഷ ഇത്രയും നാൾ നീ എന്നോടൊന്നെല്ലാം മറച്ചു വെച്ചിരിക്കുക, വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ചുമ്മാ തമാശ രൂപേണ പറയാം കേട്ടോ. അതിനുശേഷം ശ്രീകാന്ത് ചോദിക്കുന്നത് ശ്രുതിയോടാണ്. ശ്രുതി ഡയർ എന്ന് പറയുമ്പോഴത്തേക്കും അവന് ട്രൂ പറയാൻ അറിയില്ലല്ലോ എന്ന് സച്ചി മറുപടി പറയട്ടോ. പറഞ്ഞ ഉടനെ തന്നെ ശ്രുതി പുഷപ്പ് എടുക്കാൻ തുടങ്ങിയാണ്. 5 ആവുമ്പോൾ തന്നെ ശ്രുതി ക്ഷീണിക്കൂട്ടോ. ശ്രുതി അവിടെ നിന്ന് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മാറുകയാണ്. പിന്നീട് നമ്മുടെ ശ്രുതിയുടെ അവസരം വരുന്ന സമയത്ത് ശ്രുതി രേവതിയെ സച്ചിയെ നോക്കുന്നുണ്ട്. അതിന് ശേഷം നേരെ ചോദിക്കുന്നത് വർഷയോടാണ്. വർഷയോട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ വന്നതിന് ശേഷം ആദ്യം പറഞ്ഞ കള്ളം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് വർഷ പറയുകയാണ്, ഞാനൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്, അത് മറ്റൊന്നുമല്ല, വീട്ടിലേക്ക് ഞാനും ശ്രീകാന്ത് വീട്ടിലേക്ക് വന്നില്ല, ആ ഒരു സമയത്ത് ഫസ്റ്റ് നൈറ്റ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് വേഗം തന്നെ ശ്രീകാന്ത് വർഷയുടെ വാ പൊത്തിപ്പിടിക്കാൻ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, മോളെ ശ്രുതി നീ സത്യവും പറയണ്ട, ഒന്നും പറയണ്ട, ഗെയിം കളിച്ചാൽ മാത്രം മതി, അവിടെ ഇരുന്നോളാൻ പറയുകയാണ് കേട്ടോ. ഇതിനുശേഷം ശ്രീകാന്ത് ശ്രുതിയോടായിട്ട് ഇനി അടുത്ത് വരാം ട്രൂ ഓർ ഡയർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ട്രൂ എന്ന് നമ്മുടെ ശ്രുതി മറുപടി പറയുന്നുണ്ട്. അതിന് അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് ഏട്ടത്തിൽ പറഞ്ഞ കള്ളം എന്താണെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്തിന് കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത്, ഏറ്റവും അവസാനം പറഞ്ഞ കള്ളം പറ എന്ന് പറയുകയാണ്. ശ്രുതി ഒന്നിരുന്ന് ആലോചിച്ചതിന് ശേഷം പറയുന്നുണ്ട്, കള്ളങ്ങൾ പറയുന്നത് സാഹചര്യം കൊണ്ടാണ്, ചില നേരത്ത് സത്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് കള്ളങ്ങൾ പറയുന്നത് തന്നെയായിരിക്കും.
ഒരു പക്ഷേ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നശിച്ചു പോകുമെന്നാണെങ്കിൽ കള്ളങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ നമ്മുടെ ശ്രുതി വളച്ചു കിട്ടിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും അച്ഛമ്മ പറയുകയാണ്, നിന്നോട് അതിന് ഏറ്റവും അവസാനം പറഞ്ഞ കള്ളമല്ലേ പറയാൻ പറഞ്ഞ ശ്രുതി, അതിനെന്തിനാണ് ഇത്ര വളച്ചു കെട്ടി സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അവൾ ഒരുപാട് പഠിച്ച പെണ്ണല്ലേ അമ്മ, അപ്പോൾ അതേ രീതിക്കൊന്ന് സംസാരിച്ചു എന്നുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വർഷ രേവതിയായിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി ട്രൂ ഓർ ഡയർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ട്രൂ എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അപ്പം തന്നെ വർഷ പറയും, ദേ ഇതുപോലെ വളച്ചു കെട്ടി സംസാരിക്കാതെ മര്യാദയ്ക്ക് നല്ല സത്യങ്ങൾ തന്നെ പറയുക എന്ന് പറയാണ് കേട്ടോ. വേഗം തന്നെ രേവതി പറയുന്നുണ്ട്, മനസ്സിൽ കള്ളമുള്ളവർക്കല്ലേ വളച്ചു കെട്ടേണ്ട കാര്യമുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം രേവതിയെ നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷ ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ട്. കാരണം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എൻ്റെ അനിയനാണ്. അവൻ നല്ല നിലയിൽ എത്തിക്കണം, രേണുവിന് നല്ലൊരു ജീവിതം കൊടുക്കണം, അതുമാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹവും എന്നും പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ നമ്മുടെ രേവതി പറയുമ്പോഴത്തേക്കും മോളോട് ദൈവത്തിനോട് ചോദിക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞു, മോൾക്കുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കായിട്ട് പ്രത്യേകിച്ചൊരു ആഗ്രഹങ്ങളില്ല എന്ന് രേവതി പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അച്ഛമ്മ വേഗം തന്നെ സച്ചോട് ചോദിക്കുന്നത്, സച്ചിമോനെ നീ പറ, നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്നതായിട്ട് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതിന് ഉത്തരവും എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല, അത് ഞാൻ തുറന്നു പറയാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ചന്ദ്രയെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ ആയിരിക്കാം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല, ഇന്നത്തെ പോലെ ഇന്നും ഡിലേ ആണ്, ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഡിലേ ആണ് കേട്ടോ. ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് തമിഴിൽ നിന്നെടുത്താണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.